നമസ്കാരം. വിജിലൻസ് ആണ് താരം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഇടതുമുന്നണി സർക്കാരിലെ താരം മുഖ്യമന്ത്രിയും മന്ത്രിമാരുമല്ല, വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആണ്. കേസും കൂട്ടവും റെയ്ഡും ത്വരിത പരിശോധനയുമായി വിജിലൻസ് ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ പറമ്പിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലും വെറുതെ വിടാത്ത പകപോക്കലാണ് നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് മൂന്നാർ മലകളിലെ കയ്യേറ്റം ഒഴിപ്പിച്ചപ്പോൾ കൈയടിച്ചതുപോലെ ജനം ഹരം കയറി വിജിലൻസിൻ്റെ അഴിമതി വിരുദ്ധ നീക്കത്തിന് കൈയടിക്കുകയാണ്. അന്വേഷണം തെളിവ് തേടിയുള്ള ഒരു യാത്രയല്ലേ അന്വേഷണം എന്ന് പറയുന്നത്. അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണല്ലോ. ആ നയം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. പോലീസിന് ഇപ്പോൾ ആർക്കാ പേടി? പോലീസ് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. നമ്മളെന്തിനു പേടിക്കണത്? വിജിലൻസ് പല കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. വിജിലൻസിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓടിക്കോ. അയ്യോ, ഞാൻ നിക്കണവിടെ. എന്റെ പൊന്നു സാറേ, എന്നെ എപ്പോഴും പിടിക്കല്ല. അവന്മാരെ പിടി. ഈ ട്യൂഷൻ വരുന്ന ഓട്ടം ഉണ്ടോ? ഉലകാകയൊരോട്ടം, ഉയിരിൻ കഥയാട്ടം, മരയോന്തു കണക്കുടലൊന്നു മാറി വഴിയോടി, അതിരമ്പുഴ ചാടി. സ്റ്റാൻഡ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ റേഷൻ കടയ്ക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു സാറേ, സത്യമായിട്ട്. ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല സാറേ. ഞാൻ ഈ പശുവിനെ തീറ്റിക്കണായിരുന്നു. തീറ്റിച്ചു കഴിഞ്ഞാ നമുക്ക് പോകാൻ പാ. ആരുടെ പശു? അടുത്ത് കടവലുണ്ടോ? വെള്ളം വേണേ വീട്ടിൽ നിന്ന് പടപന്തളമോടരുതൻപേ. കുറച്ച് അല്ലേ വേണ്ട. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എന്റെ അടുത്താ നിന്റെ അഭ്യാസം അല്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആരായിട്ട് ബന്ധം? ഏത് റിയൽ എസ്റ്റേറ്റുകാരായിട്ട് ബന്ധം? സാറേ, ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട്. ഒതുക്കത്തിൽ മേടിക്കാൻ നോക്കുന്നോ? പോലീസുകാരൻ്റെ അടുത്ത് അവിടെ സ്ഥലക്കച്ചവടം ഇടിച്ചതിന്റെ സെന്ററൊക്കെ എന്നാ ഉണ്ടോ? മിഴി രണ്ടിലും എന്തിനു നാണം, അതു കണ്ടിട നെഞ്ചിലൊരീണം. മിഴി രണ്ടിലും എന്തിനു നാണം, അതു കണ്ടിട നെഞ്ചിലൊരീണം. മൂന്നാറിൽ നിന്ന് VSന്റെ 3 പൂച്ചകളെ പാർട്ടി മലയിറക്കിയതുപോലെ വിജിലൻസ് ഡയറക്ടറെ താഴത്തിറക്കി മണ്ടത്തരം കാട്ടാതിരുന്നാൽ ജേക്കബ് തോമസ് പൊളിക്കും. UDF സർക്കാരിലെ മുൻ കോൺഗ്രസ് മന്ത്രിക്കെതിരായ വിജിലൻസ് കേസും റെയ്ഡും രാഷ്ട്രീയ പകപോക്കലാണെന്ന് പാർട്ടി നേതാക്കൾ പ്രതികരിച്ചിട്ടും KPCC പ്രസിഡന്റ് VM സുധീരന് മിണ്ടാട്ടമില്ല. ഇടതു സർക്കാരിൻ്റെ വൈരനിര്യാതനത്തിൻ്റെ ഭാഗമാണ് കേസുകളെങ്കിൽ പാർട്ടി അക്കാര്യം ശക്തമായി ഉന്നയിക്കണ്ടേ? LDF സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനം അഴിച്ചുവിടുന്ന KPCC അധ്യക്ഷൻ K ബാബുവിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ മൗനത്തിലാണ്. പ്രതികരിച്ച് കണ്ടില്ല. എന്താണ്? നമ്മളിവിടെ അസ്ലമിൻ്റെ
അസ്ലമിൻ്റെ കുടുംബത്തെ കാണാനാണ് വന്നത്. ആ കുടുംബത്തിന് നീതി കിട്ടണം. ആ നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുക, അതാണ് പ്രധാനമായ വിഷയം. മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതിന് ചെയ്യണം. നിനക്കെന്തെങ്കിലും വാതർന്ന് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും KPCC പ്രസിഡന്റിന് അതിനോട് പ്രതികരിക്കേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പ്രതികരിക്കേണ്ടതായിരുന്നു. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. KPCC പ്രസിഡന്റ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി ഇടതുമുന്നണി സർക്കാരിൽ നിന്നുണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മുൻ മന്ത്രി ഉണ്ടാകുന്ന ഈ അനുഭവത്തിൽ പ്രതികരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് നിർഭാഗ്യമായി. മുൻ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മുൻ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളതിനാൽ കെ ബാബുവിനെ മാത്രമല്ല KM മാണിയെയും രക്ഷിക്കാൻ ഇറങ്ങിയേ പറ്റൂ. പക്ഷേ പാർട്ടി അധ്യക്ഷൻ്റെ മൗനം കോൺഗ്രസിൽ മാത്രമല്ല UDF-ൽ വരെ ചർച്ചയായിരിക്കുകയാണ്. ഇതുപോലുള്ള നടപടികളെ ഞങ്ങൾ ഒരു വിധത്തിലും ഭയപ്പെടുന്നില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് അന്വേഷിക്കട്ടെ, എല്ലാം നടക്കട്ടെ, ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്ന അനാവശ്യമായ തിടുക്കവും അന്വേഷണം നടത്തിയതിന് ശേഷവും വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചകളും നിശ്ചയമായും അത് പരിശോധിക്കേണ്ടതാണ്. ഒരു വാക്ക് മിണ്ടാതെ, ഒരു നോക്കു കാണാതെ. എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ലല്ലോ. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, എത്ര നേരമാണോ ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ, യവ 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 കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. മൗനം എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ അത് എന്തായാലും അത്തരത്തിലൊരു അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ പരം എന്താ നീ പറയേണ്ടത്? ഒരു വാക്ക് മിണ്ടാതെ, ഒരു നോക്കു കാണാതെ. വിജിലൻസ് പകപോക്കലിന് കേരള കോൺഗ്രസിൻ്റെ വക മറുപടി രഹസ്യ പോലീസ് സ്റ്റൈലിൽ. മുൻ ആഭ്യന്തരമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇന്നലെ പ്രചരിച്ച അന്വേഷണ റിപ്പോർട്ട് എവിടെ നിന്ന് വന്നുവെന്ന് തെളിഞ്ഞു. CF തോമസിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി സമിതിക്ക് പുറമെ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയെ വെച്ചും മാണിസാർ അന്വേഷണം നടത്തിയിരുന്നു. പാതിരാത്രിയുടെ മറപിടിച്ച് പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇന്നലത്തെ റിപ്പോർട്ടിലെ ഉള്ളടക്കം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരൊരു അന്വേഷണം നടത്തി എനിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എനിക്കറിയാം ആരൊക്കെയാണ്, പക്ഷെ അതൊക്കെ വെളിപ്പെടുത്തുന്നത് എൻ്റെ മാന്യതയ്ക്ക് ചേർന്നല്ല. ഞാൻ എന്തിനാ വ്യക്തികളുടെ പേരുകളൊക്കെ പറയേണ്ടത്? എല്ലാവരും ക്യാൻസർ. നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, പക്ഷേ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇടവേളയാണ്. മഹിളാ കോൺഗ്രസിന്റെ ഓണാഘോഷം കാണാം. പൊന്നോണ ബിന്ദു. നല്ല മാല വൈരം തന്നെ. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ടത്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ.